ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വിന്നർ യൂട്യൂബ് ചാനൽ. PSC എക്സാംസിന് ചോദിക്കുന്ന SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. സോ നമ്മളിന്ന് നോക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും എന്ന 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കം. അതായത് 1917 അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലേഗിനെ തുടർന്ന് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% ബോണസായി നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കം. അതുകൊണ്ടാണ് അഹമ്മദാബാദ് മിൽ സമരം ഉണ്ടാവാൻ കാരണം. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ചമ്പാരനാണ്. 1917 നടന്നിരുന്നത്. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ഗുജറാത്തി വ്യാപാരിയായ ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്രയാണ് ദർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രയാണ് ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്ര. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഖേദാ സമരം. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഖേദാ സമരം. ഖേദാ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഗുജറാത്ത് സഭയാണ് ഖേദാ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന. ഗുജറാത്ത് സഭയുടെ പ്രസിഡൻ്റായിരുന്നു ഗാന്ധിജിയായിരുന്നു ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നി എന്നിവർ ഗാന്ധിജിയോടൊപ്പം ഖേദാ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ചമ്പാരനിലെ നീലം കർഷക സമരം, അത് ബീഹാർ എന്ന പ്രദേശത്തിലാണ് നടന്നത്. 1917 അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്തിലാണ് നടന്നിരുന്നത്. 1918 ഖേദാ കർഷക സമരം ഗുജറാത്തിലാണ്, അത് 1918. അടുത്ത് നമ്മൾ നോക്കുന്നത് റൗലറ്റ് നിയമം. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന നിയമം. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം കൂടിയാണ് റൗലറ്റ് നിയമം. ഇതിനെ കരിനിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1919. നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സെയിം ഇയർ ആണ്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1919 തന്നെയാണ്. റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർ സിഡ്നി റൗലറ്റാണ് റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഇത് നടന്ന വർഷം 1919 ഏപ്രിൽ 13 നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ
ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. ജനറൽ ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇറക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഈ കോട്ട്സൊക്കെ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കോട്ട്സ് ചോദിക്കാതെ ഒരു എക്സാംസിലില്ല. അടുത്ത ടോപ്പിക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ് ഇത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. നമുക്ക് വേണമെങ്കിൽ എക്സാംസിന് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് ഓഡ് വൺ എന്ന് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെടാത്ത ദേശീയ വിദ്യാലയങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ 3 നമ്മൾ നോക്കുക. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഇത് 3 ഇതിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ. അടുത്ത ടോപ്പിക് ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭമാണ് ഇത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനവും കൂടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. പേര് ഓർമ്മിച്ചൊക്കെ നമുക്ക് എളുപ്പമല്ലേ. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ചൗരി ചൗര സംഭവം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, നമ്മളിത് SCRT ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് നമ്മളെ എടുത്ത് പറയുന്നതാണ്. ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം SCRTയുടെ എല്ലാം സംഭവം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും വരുന്ന വീഡിയോസിലൊക്കെ സ്പെസിഫിക് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. നമുക്ക് നോക്കാം ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസ് വെടിവെപ്പിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ട് 22 പോലീസുകാർ മരിക്കാനിടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇതിന് ശേഷമാണെങ്കിൽ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഏത് സംഭവത്തിൻ്റെ കാരണത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ചൗരി ചൗര സംഭവമാണ്. അടുത്ത ടോപ്പിക് ലാഹോർ സമ്മേളനം. ഇത് നടന്ന വർഷം 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടിയാണ് ലാഹോർ സമ്മേളനം. രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷം 1929 ഡിസംബർ 3. 1929 ഡിസംബർ 3 രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷം. അടുത്ത ടോപ്പിക് സിവിൽ നിയമലംഘനം. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കാൻ തീരുമാനിച്ച സമരമാണ് സിവിൽ നിയമലംഘനം. ഇതിനായി ഗാന്ധിജി സമരത്തിൻ്റെ ആയുധമായിട്ട് തിരഞ്ഞെടുത്തത് ഉപ്പിനെയാണ്. ഉപ്പാണ് നിയമലംഘന സമരത്തിൻ്റെ സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത്. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് സരോജിനി നായിഡു ആയിരുന്നു ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി
പ്രധാനപ്പെട്ട നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബായി, ബംഗാളിലെ നവാഖാലി, പിന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ. ഇത്രയും കാര്യങ്ങളുമാണ് സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോട്ടുണ്ട്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പുകുറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പോൾ ഈ കോഡ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ടോപ്പിക്കാണ് വട്ടമേശ സമ്മേളനങ്ങൾ. നമ്മൾ പഠിക്കുന്നതിൽ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെ വർഷങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? 1930, 1931, 1932. ഈ 3 വർഷങ്ങളിലുമാണ് വട്ടമേശ സമ്മേളനങ്ങൾ വന്നിരുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളും കൂടിയാണ് വട്ടമേശ സമ്മേളനം എന്ന് നമ്മൾ ഓർക്കണം. വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ് വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലം. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിജിയാണ് 2ാമത്തെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തി. അടുത്ത ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം 1942 ഓഗസ്റ്റ് 8 പക്ഷേ സമരം നടന്നതെന്നായിരുന്നു? പിറ്റേ ദിവസമായിരുന്നു അല്ലേ? 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് 9-നെയാണ്. അടുത്ത ടോപ്പിക്കാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923. 1923 ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഈ വന്ന LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണം എന്നഭിപ്രായപ്പെട്ടതും CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. അടുത്ത ടോപ്പിക് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1928. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ടത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയവരായിരുന്നു ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. ഇവർ 4 പേരുമാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയവർ. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമിയാണ്. ഇവർ 4 പേരും സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗം. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിച്ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരനായിരുന്നു സാൻഡേഴ്സ് ആണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിച്ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്ന വിപ്ലവകാരികളാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ് സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്ന വിപ്ലവകാരികൾ. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത് എന്നിവരാണ് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വിപ്ലവകാരികൾ. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1930. 1930 റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ വർഷം.
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി. ഇത് രൂപം കൊണ്ട വർഷം 1934 ബോംബെയിലാണ് രൂപം കൊണ്ടത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവർ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വളരെ സജീവമായിരുന്ന സംഘടനയായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്ന് സമരത്തിന് പിന്തുണ നൽകിയവർ ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി എന്നിവരാണ്. കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്ര ബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്കാണ് കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി. ഗാന്ധിയൻ സമരരീതിയോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. രാജ് വിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തതും സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലമായിരുന്നു സിംഗപ്പൂർ. സിംഗപ്പൂറാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിനൊരു താൽക്കാലിക ഗവൺമെൻറ് വേണമെന്ന് രൂപീകരിച്ച സ്ഥലം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ്. ഝാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ മേധാവിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. അവരൊരു മലയാളിയായിരുന്നു. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ മേധാവി. ജപ്പാൻ്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഇംഫാൽ. ഇംഫാലിൽ വെച്ചിട്ടാണ് ജപ്പാൻ്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം നൽകുന്നതിന് കാരണമായി. അപ്പോൾ ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയായിരുന്നു? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ആൻഡ് മദ്രാസ് ലേബർ യൂണിയൻ ആയിരുന്നു ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അല്ലെങ്കിൽ AITUC സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തവരായിരുന്നു NM ജോഷി ആൻഡ് ലാല ലജ്പത് റായ്. NM ജോഷി ആൻഡ് ലാല ലജ്പത് റായ് ആണ് 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തവർ. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായ സ്ഥലം ലാഹോറാണ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായ സ്ഥലം. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിലാണ്. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനമായിരുന്നു അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളൻ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഈ സമ്മേളനം നടന്നിരുന്നത്. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും അവ നടന്ന സ്ഥലങ്ങൾ നമുക്ക് നോക്കാം. തേഫാഗ സമരം ബംഗാളിലാണ് നടന്നിരുന്നത്. തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശിലാണ് നടന്നിരുന്നത്. നാവിക കലാപം ബോംബെയിലാണ് നടന്നിരുന്നത്. ഇതും കൂടെ ഓർക്കുക. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യയോട് അനുഭാവം തോന്നിയ അല്ലെങ്കിൽ പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടിയായിരുന്നു ലേബർ പാർട്ടി. ലേബർ പാർട്ടിയാണ് ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ച സംഘടനയായിരുന്നു സർവേ ഇന്ത്യ ലീഗ്. സർവേ ഇന്ത്യ ലീഗാണ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച സംഘടന. ഇത് രൂപീകരിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ് സർവേ ഇന്ത്യ ലീഗ് എന്ന ഒരു സംഘടന മുന്നോട്ട് വെച്ച വ്യക്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലി
ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അപ്പം ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. കോൺഗ്രസും സർവേ ഇന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചു. അങ്ങനെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം എന്തായിരുന്നു? അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമമായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1947 ജൂലൈയിലാണ്. ഇതിൻ്റെ ഒരു ഫലമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു മാറുകയും ചെയ്തു. ഇതിനിടയിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാനുണ്ട്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് ഇദ്ദേഹത്തെ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശി ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹത്തിന് അത് ലഭിച്ചത് 1987 അതുപോലെ അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.